നമസ്കാരം. ഇന്ന് ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ റൊട്ടി ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള 2 കറികളായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് മുട്ടക്കുറുമയാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചിക്കൻ ഇല്ലെങ്കിലും ഈ ഒരു കറി കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണിത്. നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുന്നത് പോലെ വഴറ്റിയിട്ടൊന്നല്ല ഇത് വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. 2 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ് ആദ്യം ചേർത്തത്. അതിനുശേഷം 1/4 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചതച്ചതും, പിന്നെ 4 വെളുത്തുള്ളിയുടെ അല്ലിയില്ലേ അത് ഒന്ന് ചതച്ചതും, 2 വലിയ പച്ചമുളക്, അതായത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം അതും കൂടെ ഇടുക. പിന്നെ ഒരു തക്കാളി 4ആയിട്ട് മുറിച്ചതും ചേർക്കാം. വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടില്ല, തീയും കത്തിച്ചിട്ടില്ലേ. ഇനി പൊടികളായിട്ട് ചേർക്കുന്നത് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ ഒരു കപ്പിൻ്റെ പകുതി 1/2 കപ്പ് മാത്രമാണ് വെള്ളം ഒഴിച്ചത്. എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ കത്തിച്ചിട്ട് നമുക്ക് ഇതൊന്ന് 3 വിസിലാണ് വേണ്ടത്. പക്ഷേ ആദ്യത്തെ വിസിൽ മീഡിയം ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ, അതായത് മീഡിയം ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ശേഷം അതങ്ങ് ഓഫാക്കി വെക്കാം. അപ്പോൾ കുക്കർ തണിയുന്ന ആ ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് ഒരു മുറി തേങ്ങയില്ലേ, അതായത് ഒരു വലിയ തേങ്ങേൻ്റെ പകുതി ഭാഗം അതൊന്ന് നമ്മൾ പാലെടുക്കണം. അത് അരച്ചിറക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, മിക്സിയിൽ നിന്ന് അടിച്ചിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മാറ്റി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ലേ, കാഷ്യൂനട്ട്, അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് അരച്ചാലും മതി, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അത് രണ്ടും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിന് ഇത് കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വന്നല്ലോ, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂനട്ടില്ലേ, അണ്ടിപ്പരിപ്പ്, അതാണ് ചേർക്കേണ്ടത്. കാരണം അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കുക്കാവണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചൊവ ഉണ്ടാവും, അത് നമുക്ക് മാറണം. ഫ്ലെയിം ലോ ടു മീഡിയത്തിലാണ് വേണ്ടത്. അത് നന്നായിട്ടൊന്നങ്ങ് അവിടെ നിന്ന് തിളക്കട്ടെ. അതിനിടയിൽ 4 മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വരഞ്ഞ് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇടാൻ, എങ്കിലേ ആ ഒരു അരപ്പൊക്കെ ഇതിനുള്ളിലേക്ക് പിടിക്കൂ. മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതാ ഇങ്ങനെയാണ് മുട്ട വരഞ്ഞ് വെച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് അതിലേക്ക് ചേർക്കാം. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, അതായത് നിങ്ങൾക്ക് നല്ല കട്ടിയുള്ളതാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി ഒരു ലൂസിലാണ് വേണ്ടതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനിയിപ്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കാനുണ്ട്, അതിൻ്റെ അളവും കൂടെ ഒന്ന് നോക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പം ഒന്നും കൂടെ വറ്റിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, അതല്ല ഇപ്പം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അത് നമ്മുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട്. അപ്പം ഞാൻ അരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുറുകിയ തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ഒഴിക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അറിയാലോ, നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല, വെട്ടിത്തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയുണ്ട്, അതും കൂടെ ഒന്ന് ഇത് ചേർക്കട്ടെ. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. എനിക്കിതിപ്പം കുറച്ചും കൂടെ വേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും തൂകിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു താളിപ്പാണ് വേണ്ടത്. വറവിടുന്ന ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനൊരു ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇതിൽ കടുക് പൊട്ടിക്കുന്നില്ല, നേരെ 2 ഉണക്കമുളക്, വറ്റൽമുളകാണ് ചേർത്തത്. അതിലേക്ക് 3 ചെറിയുള്ളിയില്ലേ, കൊച്ചുള്ളി, അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂത്ത് വരണം. ഇനി ഒരു തണ്ട് കറിവേപ്പില ഉതിർത്തതും കൂടെ അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതാ ചൂടോടെ തന്നെ ആ വറവ് കറിയിലേക്ക് മാറ്റണം. നേരത്തെ കുക്കറിൽ നിന്ന് കറി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ വറവിട്ടത്. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഇത്തിരി കറി ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ട് അങ്ങനെ ഒഴിച്ച് ചേർക്കാറുണ്ടോ? വറ്റൽമുളകിൻ്റെ ആ ഉള്ളിലത്തെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു എണ്ണയുടെ മെഴുക്കില്ലേ, എണ്ണയുടെ ഗ്രേവി അതിലുണ്ടാകും. അപ്പോൾ ഇതാ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഇനിയിപ്പം ഒരു ചിക്കൻ വരട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റാക്കി എടുക്കുന്നതുകൊണ്ട് അതിന് വരട്ടെന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പം ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക് പാനില്ല, അതാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ടീസ്പൂൺ അല്ലേ, ടേബിൾ സ്പൂൺ ആണ്. ലോ ടു മീഡിയത്തിലേക്ക് മാറ്റണം. തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണെങ്കിൽ ഒരു 6 എണ്ണം എടുക്കുക.
അത് ചതച്ചതും 1/4 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1 ടീസ്പൂൺ, രണ്ടും കൂടെ 1 ടീസ്പൂൺ മതി. അതിലേക്ക് 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള 2 സവാള കൊത്തി അരിഞ്ഞതും കൂടെ ചേർക്കാം. നീളത്തിലല്ല അരിഞ്ഞത്, കൊത്തി അരിഞ്ഞതാണ്. 1/2 ടീസ്പൂൺ പൊടിയുപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് വാടി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ വറുത്ത മല്ലിപ്പൊടി ഇല്ലേ, മല്ലിപ്പൊടിയും ചേർക്കാം. ശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കാം. അതിനുശേഷം ലാസ്റ്റാണ് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ആ ഒരു ഫ്ലേവർ നന്നായിട്ട് മുന്നിൽ കിട്ടുമല്ലോ. അതിനുശേഷം 2 തക്കാളി പ്യൂരി ആക്കിയിട്ടുണ്ട്. അതായത് തക്കാളി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയിലിട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചതാണ്. ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ ഡയറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അങ്ങനെ അങ്ങ് അതിലിടാം. മസാലയിൽ പുരട്ടിയൊന്നും വെക്കുന്നില്ല. ചിക്കൻ 500 ഗ്രാമാണ് എടുത്തത്. മസാലയെല്ലാം അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. 1 തണ്ട് കറിവേപ്പില ഉതിർത്തതും ചേർത്ത് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വേവിക്കുക. ഇനിയിപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനല്ല, ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ എണ്ണയുടെ അളവ് കുറച്ച് കൂട്ടണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ എണ്ണ വേണ്ടി വന്നിട്ടുള്ളൂ. 3 ടേബിൾ സ്പൂൺ. വെള്ളം 1/2 കപ്പിൽ കൂടുതൽ ഒഴിക്കേണ്ട, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഇനിയും ഇറങ്ങി വരുമല്ലോ. അപ്പം ആ 2 വെള്ളത്തിൽ നിന്നും അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റാണ് നമ്മളിത് കുക്കാക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് വീണ്ടും അടയ്ക്കുക. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഈ ചിക്കനൊക്കെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുക്കാവും. ഇനിയിപ്പം അതിൽ കൂടുതൽ, അതായത് ഈ ഒരു ചാറ് കൂടുതലായിട്ട് വേണ്ട, കുറച്ച് മതി, അല്ലെങ്കിൽ ഒരു പുരട്ടുന്ന സ്റ്റൈലിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ഇത് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ മസാലയൊക്കെ ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് സെറ്റാക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വെള്ളയപ്പം ഇല്ലേ, അതിന് അപാര കോമ്പിനേഷനാണ്. അതുപോലെ പുട്ട്, ചപ്പാത്തി, എന്തിനും നമ്മുടെ ചോറിന് പോലും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇന്നുണ്ടാക്കി 2 കറികളും പൊറോട്ടയുടെ കൂടെയും നന്നായിട്ട് പോവും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി ഈ ഒരു കറികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻസായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇതുവരെ 2 റെസിപ്പിയും കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.